രാധേ രാധേ. ശബരി ഒരു ആദിവാസി യുവതിയായിരുന്നു. അവളുടെ വിവാഹം നിശ്ചയിക്കുന്നു. കല്യാണത്തലേന്ന് വിരുന്നൊരുക്കാൻ വേണ്ടി കുറേ ആടുമാടുകളെ കൊല്ലാൻ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടിട്ട് മനം മടുത്തിട്ട് അവൾ കല്യാണത്തിന്റെ തലേ രാത്രി വീട് വിട്ട് ഒളിച്ചോടുന്നു. അങ്ങനെ അവൾ കുറേ ആശ്രമങ്ങളും മുനിമാരുമൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരാരും അവളെ കേറ്റുന്നില്ല. നീ ഏത് കുലത്തിലെ സ്ത്രീയാണ്, ഏത് ജാതിയാണ് എന്നൊക്കെ ചോദിച്ച് അവളെ ഒഴിവാക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ പക്വതയെത്തിയ മാതംഗ മഹർഷി മാതംഗ മുനി അവളെ സ്വീകരിക്കുന്നു. എന്നിട്ട് തന്റെ ആശ്രമത്തിൽ അവൾ ഒപ്പം താമസിക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ മാതംഗ ഋഷിയോടൊപ്പം നമ്മുടെ ഈ ശബരി താമസിക്കുന്നു. മാതംഗ ഋഷി ഒരുപാട് വയസ്സായ ഒരു മുനിയായിരുന്നു. അങ്ങനെ മാതംഗ മുനി മരണത്തോടടുക്കുന്നു. അപ്പോൾ നമ്മുടെ ശബരി മുനിയുടെ അടുത്തെത്തിയിട്ട് ഇങ്ങനെ പറയുന്നു, അങ്ങ് എന്നെ വിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മാതംഗ ഋഷി നമ്മുടെ ശബരിയോട് പറയുന്നു, നീ വിഷമിക്കേണ്ട, നീ എന്നെക്കാൾ ഒരുപാട് ഭാഗ്യം ചെയ്ത സ്ത്രീയാണ്. അതുകൊണ്ട് നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി. നീ ഇവിടെ താമസിച്ചാൽ ഭഗവാൻ ശ്രീരാമാവതാരം എടുക്കുമ്പോൾ തീർച്ചയായും നിനക്ക് ദർശനം ലഭിക്കും. ഇവിടെ വെച്ച് തന്നെ ദർശനം ലഭിക്കും. അതുകൊണ്ട് നീ ഇവിടെ തന്നെ ശ്രീരാമചന്ദ്രനെ പ്രതീക്ഷിച്ച് ഇവിടെ തന്നെ കഴിയൂ എന്ന് പറഞ്ഞു. ശബരിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ശബരി ഈ സന്തോഷത്തിൽ ഓരോ ദിവസവും ശ്രീരാമചന്ദ്രനെ കാത്തിരിപ്പായി. ആ ആശ്രമത്തിൽ തന്നെ ഓരോ ദിവസവും ശ്രീരാമചന്ദ്രന് വേണ്ടി ഉറക്കം എഴുന്നേൽക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ആശ്രമം അലങ്കരിക്കുന്നു. പഴങ്ങളും ബാക്കിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നു. പഴങ്ങളൊക്കെ രുചിയുള്ളതാണോ എന്ന് രുചിച്ചു നോക്കുന്നു. അങ്ങനെ എല്ലാ ദിവസവും ശബരി ഉറക്കം എഴുന്നേൽക്കുന്നതിന് ശ്രീരാമചന്ദ്രൻ ഇന്ന് വരും എന്ന് പ്രതീക്ഷിച്ചാണ്. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. ശബരിക്ക് വയസ്സായി തുടങ്ങി. വാർദ്ധക്യം എത്തി. തീരെ വയ്യാതായി. അങ്ങനെ 40 വർഷം കടന്നുപോയി ശ്രീരാമചന്ദ്രനെ കാത്തിരുന്നു. അവസാനം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി തൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ശബരിക്ക് ഒരുപാട് സന്തോഷമായി. ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ പ്രണമിച്ചുകൊണ്ട്, എനിക്ക് ഭക്തിയൊന്നും അറിയില്ല, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്നു. എന്നിട്ട് എൻ്റെ ആശ്രമത്തിലേക്ക് വരൂ എന്ന് പറയുന്നു. എന്നിട്ട് ആശ്രമത്തിൽ നിന്ന് ഉള്ള പഴങ്ങളൊക്കെ എടുത്തിട്ട് രുചിച്ചു നോക്കുന്നു. രുചിച്ചു നോക്കിയിട്ട് കഴിക്കാൻ കൊടുക്കുന്നു. ഭക്തിയോടുകൂടി ആ ഭക്തിഭാവം കണ്ടിട്ട് ശ്രീരാമചന്ദ്രന് സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. എന്നിട്ട് തൻ്റെ കണ്ണീർ കൊണ്ട് ആ പാദപൂജ നടത്തുന്നു. ആ പാദങ്ങൾ കഴുകുന്നു. എന്നിട്ട് തൻ്റെ തലമുടി കൊണ്ട് ആ പാദങ്ങൾ തുടയ്ക്കുന്നു. ശ്രീരാമചന്ദ്രൻ അത് വളരെ സന്തോഷത്തോടു കൂടി എല്ലാം സ്വീകരിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു. ഞാൻ സീതാന്വേഷണത്തിലാണ്, അതുകൊണ്ട് സീതയെ ഞാൻ ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഏത് ദിക്കിലേക്കാണ് ഞാൻ പോകേണ്ടത് എന്ന് ശബരിയോട് ചോദിക്കുന്നു. അപ്പോൾ ശബരി പറയുന്നു, ഇവിടുന്ന് തെക്ക് ദിശയിലേക്ക് പോയാൽ മതി. ആദ്യം ശബരി ഇങ്ങനെ പറയുന്നു, അങ്ങേക്ക് എല്ലാം അറിയാം, എന്നിട്ട് അങ്ങ് എന്നോടാണോ ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ഈ തെക്ക് ദിശയിലേക്ക് പോകാൻ പറയുന്നു. എന്നിട്ട് തെക്ക് ദിശയിലേക്ക് പോകുമ്പോഴേക്കും അവിടെ കിഷ്കിന്ധ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഋഷി മൂകാചലം എന്നുള്ള ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ സുഗ്രീവൻ എന്നൊരു വാനര രാജാവ് താമസിക്കുന്നുണ്ട്. അദ്ദേഹവുമായി അങ്ങ് കൂട്ടുകാരനായി കഴിഞ്ഞാൽ, മിത്രമായി കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായും സീതാന്വേഷണത്തിന് അങ്ങേ സഹായിക്കും എന്ന് വഴി കാട്ടിക്കൊടുക്കുന്നു. ശ്രീരാമചന്ദ്രൻ ഒരുപാട് സന്തോഷമായി, ഒപ്പം ലക്ഷ്മണനും. എന്നിട്ട് പോകാനായി വിട പറയുമ്പോൾ ശബരി പറയുന്നു, അങ്ങേക്കായി, അങ്ങയുടെ വരവിനായി ഓരോ ദിവസവും ഞാൻ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ 40 വർഷം കടന്നുപോയി. ഇപ്പൊ എന്നെ കണ്ടപ്പോൾ അങ്ങ് എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ആദ്യം ഞാൻ പോകാം, എന്നിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നു. ശ്രീരാമചന്ദ്രൻ അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നു. അപ്പോൾ ശബരി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, തപസ്വിനിയായ ഭക്തി പാരവശ്യത്തിൽ ജീവിക്കുന്ന ആ സാധു സ്ത്രീ, ആ നിഷ്കളങ്ക ഭക്തിയായ നിസ്വാർത്ഥമായ ഭക്തിയുള്ള ആ ശബരി കണ്ണടച്ച് യോഗാഗ്നി കൊണ്ട് തൻ്റെ ശരീരം അഗ്നിയിൽ പ്രവേശിപ്പിക്കുന്നു. അത് കഴിഞ്ഞാണ് ശ്രീരാമചന്ദ്രൻ അവിടുന്ന് പോകുന്നത്. അങ്ങനെ ശബരിക്ക് ശ്രീരാമചന്ദ്രൻ മോക്ഷം നൽകുന്നു.